Granites, MLA Road, Palluruthi. Contact 94465 67002, 98460 60976, 94470 52436. വയനാടിനോടുള്ള അവഗണന കേന്ദ്ര നടപടി രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസ്. വയനാടിനോടുള്ള അവഗണന കേന്ദ്രത്തിന്റെ നടപടി രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു. സാധാരണ പ്രധാനമന്ത്രിമാർ വന്ന് ഇവിടെ ഓർക്കുന്നുണ്ട്. കെ കരുണാകരൻ്റെ കാലത്ത് ബൂട്ടാ സിംഗ് വന്നു. 100 കോടി രൂപയാണ് കൊടുത്തത്. ഇവിടെ കുട്ടനാട് കൊണ്ടേ കാണിച്ചിട്ട് ഹെലികോപ്റ്റർ. ഇങ്ങനെ എത്രയോ സഹായങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഡൽഹിയിൽ യെച്ചൂരി കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് കാര്യത്തിൽ ഇടപെട്ടു. എല്ലാവരെയും കൊണ്ട് നമ്മളതിനകത്ത് രാഷ്ട്രീയം കണ്ടിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നമ്മുടെ എം പിമാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒറ്റ ശബ്ദത്തിൽ കേരളം പറയണം. കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. ധനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രി ആദ്യം കത്തയച്ചു. ദുരന്തം ഉണ്ടായിട്ട് 6 മാസം കഴിഞ്ഞു. മുനമ്പത്ത് എടുക്കുന്ന അമിത രാഷ്ട്രീയ താല്പര്യം വയനാടിന്റെ കാര്യത്തിൽ എടുത്തില്ല. 7000 കോടി രൂപ ആന്ധ്രയ്ക്ക് കൊടുത്തു. വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കാണരുത്. വയനാടിനായി പ്രതിപക്ഷവും BJPയും ഒരുമിച്ച് നിൽക്കണം. കേന്ദ്ര സഹായം കേരളത്തിന്റെ അവകാശമാണെന്നും ഔദാര്യം അല്ലെന്നും കെ വി തോമസ് തോപ്പുംപടിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അതിന് ഇന്ന് നോൺസെൻസ് ഇല്ല, മനസ്സാണ്. പ്രധാനമന്ത്രി വന്ന് കണ്ടില്ലേ? നിർമ്മലാ സീതാരാമൻ ഇവിടെ പത്രസുഹൃത്തുക്കളോട് നേരത്തെ സംസാരിച്ചു. കൈവിടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ കത്ത് വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അതും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ കയ്യിൽ 358 കോടി രൂപയുണ്ട്. 350 ശരിയാ. അത് കേന്ദ്രത്തിൻ്റെ 80%, സംസ്ഥാനത്തിൻ്റെ 20%. അത് ഇതിന് മാത്രമല്ലല്ലോ. ഇനി നടക്കാൻ പോകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ ഫണ്ടല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് മാത്രം വയനാട് പ്രശ്നം തീരും. അതിനുള്ള ഒരു ഉദാരമായ മനസ്സും ഒരു അവബോധവും അവർക്കുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.